സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ എക്സ്റ്റംബർ, ഡിബേറ്റ്, അതുപോലെ കോളേജിൽ ഇവാനിസിലാണെങ്കിൽ പേഴ്സണാലിറ്റി കണ്ടസ്റ്റ് അതിലൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ വന്നിട്ടുണ്ടപ്പോഴും സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ വശം അങ്ങോട്ട് നോക്കാറില്ലായിരുന്നു. അപ്പോൾ അതേസമയം ലൈഫിൻ്റെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു ലൈഫ് പാർട്ട്ണറുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റായിട്ട് എനിക്ക് ഇന്ന ആൾ ഒരു സ്പോർട്സ്മാൻ, ഒരു ക്രിക്കറ്റർ, ഇന്ന ആൾ സഞ്ജു തന്നെ മതി എന്ന് തീരുമാനിക്കാനുണ്ടായത്. അപ്പോൾ അത് മോള് ചാരുവിൽ നിന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്ന ഒരു ഫീൽഡിലുള്ള ഒരാളിനെ തന്നെ സ്വീകരിക്കാൻ, ലൈഫ് പാർട്ട്ണറായി സ്വീകരിക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ തീരുമാനം, അത് എങ്ങനെ കഴിഞ്ഞു, അതിനെ എങ്ങനെ കാണുന്നു എന്ന് മോള് തന്നെ പറഞ്ഞാൽ, ചാരു തന്നെ പറഞ്ഞാൽ പറഞ്ഞു കേൾക്കാനായിട്ട് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞാൽ നന്നായിരിക്കും. ചാരു, എങ്ങനെ പറ്റിയതൊരു നിമിത്തമാണോ, ആകസ്മികമായി സംഭവിച്ചതാണോ, അനിവാര്യതയാണോ? അല്ല ഞാൻ പറഞ്ഞില്ലേ, അതെയോ സഞ്ജുവിന് നിരന്തരമായ പീഡനം സഹിക്കവയ്യാതെ സമ്മതിച്ചു? അല്ല ഞാൻ ഇതേപോലെ ക്രിക്കറ്റൊന്നും അങ്ങനെ അധികം സ്പോർട്സ് ഞാൻ നോക്കാത്ത ഒരാളാണ്. എനിക്ക് സഞ്ജുവിനെ അങ്ങനെ അത്ര അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ കോളേജ് വന്നിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ IPL കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സഞ്ജുവിനോട് സംസാരിച്ച് എനിക്ക് സഞ്ജുവിൻ്റെ ഒരു രീതികളൊക്കെ ഇഷ്ടപ്പെട്ടാണ്. അല്ലാതെ ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ സഞ്ജുവിനെ കണ്ടിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ അതുമുണ്ട് ഇപ്പോൾ, പക്ഷെ ആദ്യം അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇതേപോലെ സംസാരിച്ചു, അപ്പം നല്ലൊരാളായിട്ട് തോന്നിയോണ്ടാണ്, അല്ലാതെ കളിക്കാരനാണ് എന്നുള്ള രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല അങ്ങനെ. സഞ്ജു, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താ കാരണം വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ പരിഷ്കൃതമായ കാലഘട്ടമാണെങ്കിൽ പോലും ജാതി, മതം, സമുദായം, സാമൂഹ്യ സൂചകങ്ങൾ ഇതൊക്കെ വലിയ ഒരു അളവിൽ നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. കുറേയും കൂടി ഒരുപക്ഷെ ഒരു 10, 15, 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ടോ രൗദ്രമായിട്ടോ ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപരണമാകുന്നുണ്ട്. ഈ സമയത്ത് സഞ്ജു, ഒരുപക്ഷെ ചാരുവും സഞ്ജുവും രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, രണ്ട് വ്യത്യസ്ത വിശ്വാസധാരയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരെയും ഒരുപക്ഷെ അലോസരപ്പെടുത്തിയിട്ടുണ്ടോ, അതെയോ നിങ്ങൾക്കുള്ളിൽ ഒരു സംശയം അത് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു? സംശയം, നമ്മൾ ആദ്യം തന്നെ പേര് നമ്മൾ ഫേസ്ബുക്കിലൂടെയാണല്ലോ പരിചയപ്പെട്ടത്. അപ്പോൾ ചാരുലത രമേശ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദുവാണ്, ഓക്കെ, കുഴപ്പമില്ല എന്ന് വരേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്, നമുക്കൊരു ജാതി മതം അങ്ങനെ ഒന്നും ഇല്ല, എല്ലാം ഒന്നാണ്, എല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. അങ്ങനെയാണ് എന്നെ എൻ്റെ ചേട്ടനെ പഠിപ്പിച്ചിട്ടുള്ളത് ചെറുപ്പത്തിൽ. അപ്പോൾ എനിക്ക് ശരി, അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അപ്പോൾ കുഴപ്പമില്ലായിരിക്കും, ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായിട്ടും ഫാമിലീസ് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യണത്, അങ്ങനത്തെ ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടാണ് രണ്ടുപേരുടെയും പേരൻസ് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകും. എങ്ങനെയാണ് ചാരു അതിനെ ആ വിഷയത്തെ കണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഈ 1 വർഷം സമയം എടുത്തു എന്ന് പറഞ്ഞത് പ്രധാനമായിട്ട് ആ ഒരു കാര്യം കൊണ്ട്, അതുകൊണ്ട് അല്ല എന്താ ഞാനിപ്പോഴാണ് അറിയണത്. അത് എനിക്ക് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് ഒരു ഭയങ്കര സംതൃപ്തിയായി. പിന്നെ ഞാൻ വിചാരിച്ചു അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് ഞാനിങ്ങ് വിട്ടത്. പക്ഷെ ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിന്റെ മേജർ ഫാക്ടർ ചാരു വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. എന്താ കാരണം ചാരു ചിന്തിക്കുന്നത് അച്ഛൻ്റെ, അമ്മയുടെ, അവരുടെ വീട്ടുകാരുടെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നെ ചാരുവിന്റെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? സഞ്ജുവിന്റെ വീട്ടിൽ അവരെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അവരിതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അന്നറിയില്ലല്ലോ. അപ്പൊ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, അത് യാഥാർത്ഥ്യമാണ്. വളരെ അതിനെയൊക്കെ മുറിച്ചു കടന്ന് നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമാണ്.